നമസ്കാരം. മൗറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ കാര്യം നമുക്കറിയാലോ. എന്നാൽ എന്തൊക്കെയാണ് മൗറീഷ്യസിൽ സംഭവിച്ചതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇന്ത്യ മൗറീഷ്യസ് ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ സന്ദർശനം അടയാളപ്പെടുത്തിയത്. മൗറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ നേടിയ ആദ്യ ഇന്ത്യക്കാരനായി പ്രധാനമന്ത്രി മോദി മാറി. ഇത് അദ്ദേഹത്തിന്റെ 21ാമത്തെ അന്താരാഷ്ട്ര അവാർഡാണ്. ഇന്ത്യയുമായുള്ള മൗറീഷ്യസിന്റെ ആഴത്തിലുള്ള ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ദ്വീപ് രാഷ്ട്രത്തെ മിനി ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ സാഗർ സംരംഭത്തിൽ മൗറീഷ്യസിന്റെ നിർണായക പങ്ക് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. തന്ത്രപരമായ സഹകരണം വർദ്ധിക്കുന്നതിനായി മഹാസാഗർ ദർശനം അദ്ദേഹം ആരംഭിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സമ്മാനമായി മൗറീഷ്യസിനായി ഒരു പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. ഇത് നയതന്ത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. അവയിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നു: വ്യാപാരം സുഗമമാക്കുന്നതിന് ഒരു പ്രാദേശിക കറൻസി സെറ്റിൽമെന്റ് സംവിധാനം, സമുദ്ര സുരക്ഷയ്ക്കുള്ള വൈറ്റ് ഷിപ്പിംഗ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, നയതന്ത്രജ്ഞർക്കുള്ള പരിശീലന പരിപാടികൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളും സമുദ്ര വെല്ലുവിളികളും നേരിടുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ, ചെറുകിട ബിസിനസ്സുകളെ സംയുക്തമാക്കി പ്രോത്സാഹിപ്പിക്കാൻ MSMEകൾ, സമുദ്ര ഗവേഷണവും വിഭവ മാനേജ്മെന്റും. പ്രതിപക്ഷ നേതാവ് ജോർജ് പിയറി ലെസ്റ്റോങ്കാർഡുമായും മുൻ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോവുമായും പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചകളിൽ പങ്കെടുത്തു. സാംസ്കാരിക സൗഹാർദ്ദത്തിന്റെ ഭാഗമായി മൗറീഷ്യസ് പ്രധാനമന്ത്രി റാങ്കുലത്തിനും ഭാര്യ വീണ റാങ്കുലത്തിനും പ്രധാനമന്ത്രി മോദി ഒരു ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് സമ്മാനിച്ചു. മഹാകുംഭമേളയിൽ നിന്നുള്ള പവിത്രമായ സംഗമജലം, പരമ്പരാഗത ബനാറസി സാരി എന്നിവയും അദ്ദേഹം അവർക്ക് സമ്മാനിച്ചു. പ്ലാൻ ഫോർ മദർ സംരംഭത്തിന്റെ ഭാഗമായി സർ സിവു സാഗർ രാങ്കുലം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രധാനമന്ത്രി മോദി ഒരു തൈ നട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള മൗറീഷ്യസിന്റെ ശ്രമങ്ങളെയും അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലുള്ള ആഗോള ജൈവ ഇന്ധന സഖ്യത്തിലും മൗറീഷ്യസിന്റെ പങ്കിനെയും അദ്ദേഹം പ്രശംസിച്ചു. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറായ INS ഇൻഫാൽ ദേശീയ ദിനത്തിനായി മൗറീഷ്യസിൽ നങ്കൂരമിട്ടു. ഇന്ത്യയുടെ നാവിക കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ ഡെക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ വ്യോമസേന, NCC കേഡറ്റുകൾ എന്നിവയിൽ നിന്നുള്ള മാർച്ചിംഗ് സംഘങ്ങൾ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പ്രദർശനവും ആകാശഗംഗ സ്കൈഡൈവിംഗ് പ്രകടനവും പരിപാടിയിൽ ഉണ്ടായിരുന്നു. ശിവനും ഹനുമാനും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പുണ്യ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ഗംഗാ തലാവ് പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചു. സ്ഥലത്ത് ഇന്ത്യയുടെ പിന്തുണയുള്ള പുനർവികസന പ്രവർത്തനങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി മോദിയുടെ മൗറീഷ്യസ് സന്ദർശനം ദ്വീപ് രാഷ്ട്രവുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള വേരൂന്നിയ ബന്ധം ഊട്ടിയുറപ്പിച്ചു എന്ന് വേണം പറയാൻ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.